എന്നാ തൊലിഞ്ഞ കോൺഫിഡൻസ് ആണ് എനിക്കൊക്കെ. ശിക്ഷ കിട്ടിയാൽ തന്നെ 14 വർഷമല്ലേ കിട്ടുള്ളൂ, അപ്പോഴെനിക്ക് 38 വയസ്സാകും, പിന്നെ ഞാൻ അങ്ങ് ജീവിച്ചോളാം. ഈ വിധി കൊണ്ട് നിന്നെ തൂക്കിക്കൊല്ലാനൊന്നും കോടതി പോകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഇതിന് മേൽക്കോടതിയും അതിൻ്റെ മേലുള്ള കോടതിയും അത് കഴിഞ്ഞ് രാഷ്ട്രപതി വരെയുള്ള ശുപാർശകളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയിൽ ആൾക്കാരുടെ വിശ്വാസവും ദൃഢതയും കൂടുന്നത് ഇത്തരം വിധികളിലൂടെയാണ്. ചില വിധികൾ അപ്രതീക്ഷിതമാണ് എങ്കിൽ പോലും ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പ്രതിക്ക് ഒരു കാരണവശാലും വധശിക്ഷ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവള് പറഞ്ഞതുപോലെ 14 വർഷമാണ് അവക്ക് കൊടുക്കാൻ പോകുന്ന പരമാവധി ശിക്ഷ, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് വേണം കരുതാൻ. വളരെ കൃത്യമായി ബുദ്ധിപൂർവം നടത്തിയിട്ടുള്ള ക്രൂരമായ മനസ്സുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കൊലപാതക രീതിയാണിത്. ഒരു ആവേശത്തിൽ തല്ലിക്കൊന്നു പോയതോ അല്ലെങ്കിൽ ഒരു ആവേശത്തിൽ ഒരു എടുത്തുചാട്ടത്തിൽ പറ്റിപ്പോയതാണെന്ന് ഒരു കാരണവശാലും തോന്നുന്ന രീതിയിലല്ല ഈ കാര്യങ്ങളൊന്നും പോയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കീടനാശിനി കലർത്തി കൊടുത്തതിന്റെ പിന്നിൽ ഇവർ കണക്ക് കൂട്ടിയിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, കീടനാശിനി കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിഡ്നി ഫെയിലിയർ സംഭവിക്കുമെന്നും, കിഡ്നി ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഡയാലിസിസിന് വിധേയമാകുമെന്നും, ഡയാലിസിസിന് വിധേയമായി കഴിഞ്ഞാൽ ഇവർ കൊടുത്തിട്ടുള്ള ഈ കീടനാശിനിയുടെ വിഷാംശം മുഴുവനായിട്ടും ഡയാലിസിസ് മെഷീൻ വഴി പുറത്തേക്ക് പോകുമെന്നും, പിന്നെ നാളെ ഒരു പോസ്റ്റ്മോർട്ടം നടന്നാൽ പോലും ഈ വ്യക്തി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് കണ്ടെത്താൻ സാധിക്കില്ല എന്ന്. പക്ഷേ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായ വ്രണങ്ങൾ കീടനാശിനി ഉള്ളിൽ എത്തിയത് മൂലം ഉണ്ടാകുന്നതാണ് എന്നുള്ള പോലീസിന്റെ കൃത്യമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം മുന്നോട്ട് പോയത്. കേസന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. വളരെ ചിരിച്ചുകൊണ്ട് കൂളായിട്ടൊക്കെ ഞാൻ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് ശ്രമിച്ചത്, ഇവിടെ വെച്ചാണ് വിഷം കലക്കി കൊടുത്തതെന്നൊക്കെ വളരെ കൂളായിട്ട് നിന്ന് പറയുന്ന ഗ്രീഷ്മയാണ് നമ്മളെല്ലാരും കണ്ടത്. ഇതിനിടയിൽ പോലീസുകാരുടെ വക പുകഴ്ത്തലുണ്ടായിരുന്നു, വളരെ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, വളരെ ബ്രില്യൻ്റ് ആണെന്നൊക്കെ. പക്ഷേ ഞാൻ പോലീസുകാരെ കുറ്റം പറയില്ല. കാരണം പോലീസുകാർ ഇതൊക്കെ പറയും, പോലീസുകാർ ഇതും പറയും, പോലീസുകാർ അതിന്റെ അപ്പുറത്തും പറയും, നീ ഭയങ്കര മിടുക്കനല്ലേ, നീ ബ്രില്യൻ്റ് അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇതും കേട്ടോണ്ട് അവരുടെ മുന്നിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ അങ്ങ് തുറന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് എഴുതേണ്ടടുത്ത് കൃത്യമായിട്ട് എഴുതി വെക്കും. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വധശിക്ഷ ഇതിനു മുൻപ് നടപ്പിലായി കാണില്ല. കാരണം ഈ കേരളത്തിലുള്ള ഒരാൾ പോലും ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ 23-കാരിക്ക് വധശിക്ഷ വിധിക്കും എന്നാരും കരുതിയിരുന്നില്ല. എത്രയായാലും സ്ത്രീയല്ലേ, സംഗതി ഇക്വാലിറ്റിയാണ്, തുല്യതയാണ്, മാങ്ങാത്തുലിയാണെന്നൊക്കെ പറയുമെങ്കിലും പെണ്ണ് എന്ന് അല്ലെങ്കിൽ വനിത എന്നൊരു സ്പെഷ്യൽ കാറ്റഗറിയിൽ വെക്കുന്നു. കാരണം അവസരങ്ങളിലാണ് സമത്വം വേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. കാരണം ആണുങ്ങൾ പട്ടാളത്തിൽ ചേരാൻ അവർക്ക് അവസരമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഡിഫൻസിൽ ചേരാനുള്ള അവസരം ഉണ്ടായി. ആണുങ്ങൾ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത് അവരുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്ത്രീകൾക്കും അതുപോലെ ഒരു സ്പോർട്സ് മേഖല വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് സമത്വമായി നമ്മൾ കരുതുന്നത്. അല്ലാതെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മിങ്കിള് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ സമത്വം ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കാര്യം അത് സൃഷ്ടിയിൽ നമ്മൾ എല്ലാവരും അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ പരിണാമത്തിന്റെ നാൾ വഴികളിൽ നമ്മളെല്ലാവരും അങ്ങനെ ആയിപ്പോയി. മനുഷ്യരിൽ തന്നെ ആണുങ്ങളും തമ്മിൽ പോലും തുല്യരല്ല. പക്ഷേ അങ്ങനെയൊക്കെ വനിതകളെ ഒരു പ്രത്യേക കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന പരിഗണന എന്നൊക്കെയുള്ള വാക്കുകളിലൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇത്തരം ഒരു വധശിക്ഷ നടപ്പിലാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ ഇവളുടെ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, തെമ്മാടിത്തരമാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ജഡ്ജിമാരൊക്കെ എന്താ നിന്റെ ഇരിക്കുകയാണെന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നേ? വിധി വന്നിട്ടാണെങ്കിൽ പോട്ടെ നോക്കാം. ഇത് വിധി പോലും വരുന്നതിന് മുമ്പേ 14 വർഷമല്ലേ എന്നെ ശിക്ഷിക്കുക, അത് കഴിയുമ്പോൾ 38 വയസ്സിൽ ഞാൻ ജീവിച്ചോളാന്ന് എന്ത് ധൈര്യം ഉണ്ടായിരിക്കും? സത്യം പറഞ്ഞാൽ കുടുംബടക്കം തൂക്കിക്കൊല്ലേണ്ട കേസാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരുത്തൻ വീട്ടിൽ കയറി 3 പേരെ തല്ലിക്കൊന്നത് അങ്ങേയറ്റം ഗുണ്ടായുസവും ഭയമില്ലാത്തതിൻ്റെയും കാരണമാണ് ഇത്തരത്തിലുള്ള പോക്കിരികൾ വീട്ടിൽ കയറി ഈ തെമ്മാടിത്തരങ്ങളെ കാണിക്കുന്നത്. എന്ത് ധൈര്യമുണ്ടെങ്കിൽ 3 പേരെ നിഷ്കരണം തലക്കടിച്ചു കൊല്ലാൻ സാധിക്കും? ഇവനൊക്കെ വേണ്ടത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ പോലുള്ളവരാണോ? ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അടുത്ത ജയിലിൽ പോലും എത്തത്തില്ല, ആയിരുമ്പോൾ അവന്റെ മൂക്ക് മണ്ണി കുത്തിയിരിക്കും. ഇത്തരത്തിലുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ അവനൊക്കെ ഇതുപോലെ കയറി ചെയ്യാൻ ധൈര്യപ്പെടും. എന്തായാലും ഗ്രീഷ്മ വളരെ ആസൂത്രിതമായി യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ
ഒരു സങ്കോചവും ഇല്ലാതെ നടപ്പിലാക്കിയ വധശിക്ഷ, ആർക്ക്? ഷാരോണിന് നടപ്പിലാക്കിയ വധശിക്ഷ അതേപോലെ തന്നെ എല്ലാ ലാഘവത്തോടു കൂടിയും എല്ലാ സാധുതകളോടും കൂടിയും വിധിച്ചതിൽ ഗ്രീഷ്മയെ പോലെ അഹങ്കാരം, ഒരാവേശം, ഒരാളെ കൊന്നത് മാത്രമല്ല അഹങ്കാരം ആ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. താൻ എത്രത്തോളം അഹങ്കാരിയാണെന്നും ഞാൻ എത്രത്തോളം പോക്കിരിയാണെന്നും ഒക്കെ ആ പെൺകുട്ടിയുടെ ഓരോ ഫോട്ടോയിലും ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയ്ക്കും വേന്ദ്രയായ അവളെ കുടിക്കാതെ, ഇത്രയും കുറുക്കം ബുദ്ധിയുള്ള ഇവളെ കുടിക്കാതിന് കേരള പോലീസിനും അഭിനന്ദനങ്ങൾ. ഇതിൽ മാത്രം പോരാ, രാഷ്ട്രീയ ഇടപെടലുകളിൽ നിങ്ങൾ മുക്കിക്കളയുന്ന പല കേസുകളിലും നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ കീഴിൽ നിന്നുകൊണ്ട് പല കേസുകൾ ഒഴിവാക്കി കളയുന്നുണ്ട്. എന്തായാലും ഈ വിധി വന്നതിൽ വളരെ സന്തോഷം. ഇനി മേലോട്ടൊക്കെ പോട്ടെ, പോയി രക്ഷപ്പെടുക, എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ. എന്നാലും ശരി, ഈ വിധിയിൽ കേരളം ഒന്നടങ്കം ഒരേപോലെ സന്തോഷിക്കുന്ന ഒരു വിധിയാണ്. താങ്ക് യു.